തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയ്ക്കൊന്നും ഇനി അർത്ഥമില്ല. ജീവന്റെ ഒരു തുടിപ്പെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾ എപ്പോഴും തിരിച്ചു വന്നേനെ. അവള് പോയി, എല്ലാം ഉപേക്ഷിച്ച് അവള് പോയി. വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ട മുഹൂർത്തത്തിലല്ല താലികെട്ട് നടന്നത്, നേരം കെട്ട നേരത്താ. അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നത്. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിന്റെ മുഖം പോലും ഒന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ അവൾക്ക്. അച്ഛനും അമ്മ ഇങ്ങനെ പട്ടിണി ഇരുന്നാലോ? എന്തെങ്കിലും കഴിക്കണ്ടേ? വിശപ്പ് തോന്നുന്നില്ല മോളെ, കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. മോളെ, വിനുമോനെ കുറിച്ച് ഇപ്പോഴാ ഓർത്തത്. വിനുവേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ബാഗും എടുത്ത് പുറത്തേക്ക് പോയിട്ട് പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അച്ഛമ്മ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമല്ലേ. എവിടെ പോയാലും രാത്രി തിരിച്ചെത്തുമെന്ന് കരുതി. ഇതുവരെയും വന്നിട്ടില്ല. പണം കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് എന്റെ കുഞ്ഞ് വീട് വിട്ടു പോയതാണോ? അതിന് വഴിയില്ല. അമ്മ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവനാ. അവൻ പറഞ്ഞത് ഓർമ്മയില്ലേ, അമ്മ വടിയോങ്ങി അവനെ തല്ലുന്നത് കാണണമെന്ന്. അവൻ അമ്മയെ വിട്ട് എങ്ങും പോവില്ല. ആ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാ പോകരുതെന്ന് വിലക്കാതിരുന്നത്. അച്ഛനെ ഏൽപ്പിച്ച പണം കൊണ്ട് തൃപ്തി വരാതെ വീണ്ടും പണം ഉണ്ടാക്കാൻ പോയതാണോ? ഈ കുടുംബത്തെ കരകയറ്റി അടങ്ങൂന്നുള്ള വാശിയില്ല അവനിപ്പോ. എന്റെ കുഞ്ഞ് ഇനിയും പണിയെടുത്ത് ആരോഗ്യം കളയാൻ പാടില്ല മാധവേട്ട. അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എവിടെ പോയി അന്വേഷിക്കാനാ? വിനുവിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് അമ്മയ്ക്കാ. അത് ആംഗ്യത്തിലൂടെ അറിയിക്കാൻ പോലും അമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ. ഈശ്വര, എന്തൊരു ഗതികേടായത്. ശനിയുടെ അപഹാരം വല്ലാതെ ഈ കുടുംബത്തെ ബാധിച്ചു എന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഓരോരോ ദുരന്തങ്ങള് ഒന്നിടവിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ തന്നെ അമ്പലത്തിൽ പോയി ഒരു ശനീശ്വര പൂജ നടത്തണം.